T20-യിൽ ഇന്ത്യക്ക് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിക്കൊടുത്ത് സഞ്ജു സാംസൺ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു 12 വർഷം മുമ്പത്തെ ഒരു സംഭവമാണ്. സഞ്ജു സാംസനെ ആദ്യമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുത്ത് 2014 ഓഗസ്റ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കാനായി സഞ്ജു സാംസനെ ഞാൻ ക്ഷണിച്ചു. അന്ന് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പോൾ സഞ്ജു സാംസൺ ആദ്യം വരാൻ മടി കാണിച്ചു. പ്രത്യേകിച്ച് ശ്രീശാന്തിൻ്റെ വിവാദമുള്ളതുകൊണ്ട് ഈ മാധ്യമങ്ങളോടൊന്നും സംസാരിക്കരുത് എന്നൊരു തരത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നീട് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയാണ് വന്നത്. അപ്പോൾ മീറ്റ് ദ പ്രസ് ആ താരത്തെ നമ്മൾ അംഗീകരിക്കുന്ന ആദരവ് കൊടുക്കുന്നൊരു പരിപാടിയാണ്. ആ നിലയിൽ ആണ് വിളിച്ചത്. അപ്പോൾ സഞ്ജു സാംസനോട് ഞാൻ ചോദിച്ചു, അന്ന് പയ്യനാണ്, 19 വയസ്സേ ഉള്ളൂ, ഇന്ന് 31 വയസ്സുണ്ട്. അങ്ങോട്ട് അവർക്ക് വരാനായിട്ട് കാർ അയക്കാം, വേണ്ട ചേട്ടാ ഞാൻ വന്നോളാം എന്ന് വിചാരിച്ചു. പറഞ്ഞു. രാവിലെ ഒരു 11 മണിയോടെ സഞ്ജു വരുന്നത് നോക്കി നിൽക്കുമ്പോൾ സഞ്ജുവിനെ കാറുകൾ വരുന്നുണ്ട്, സഞ്ജുവിനെ കാണുന്നില്ല. അവസാനമാണ് ഒരു പഴയ ഒരു സ്കൂട്ടറിൻ്റെ പിറകിൽ കയറി ഒരാളെത്തുന്നു. സ്കൂട്ടർ ഓടിക്കുന്നത് സുഹൃത്താണ്, അതിൻ്റെ പിറകിലാണ് സാക്ഷാൽ സഞ്ജു സാംസൺ വരുന്നത്. വളരെ വിനയാനിതരായി ഞാൻ പറഞ്ഞു, കാറ് അയക്കുമായിരുന്നില്ല, എന്തിനാണ് ഈ സ്കൂട്ടറിൻ്റെ, ഇതാണ് എനിക്ക് നല്ലത്, ഞാൻ ഇങ്ങനെയാണ് യാത്ര ചെയ്യാറ്. അത്രയും വിനയത്തോടെ ലാളിത്യത്തോടെയാണ് സഞ്ജു സാംസൺ അത് ഒരു കേരള ടീമിൽ കയറിയാൽ പോലും ഒരുപക്ഷെ എല്ലാവരും വലിയ രീതിയിൽ അഭിമാനബോധവും ഇച്ചിരി അഹങ്കാരമൊക്കെ ഉള്ള കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ 19-ാം വയസ്സിൽ കയറിപ്പറ്റിയ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു സാംസന് വിനയവും ക്ഷമയും അതുപോലെ തന്നെ സൗഹാർദ്ദമൊക്കെ ജന്മം മുതലേ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ആ തരത്തിൽ അന്ന് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വളരെ സൗമ്യമായിട്ടാണ്, അത് വലിയ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴൊക്കെ വളരെ സൗമ്യമായിട്ടായിരുന്നു മറുപടി. പൊതുവേ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു താരം എന്ന നിലയ്ക്ക് മാധ്യമപ്രവർത്തകരും സഞ്ജുവിന് വലിയ സ്നേഹവും വാത്സല്യവുമാണ് നൽകിയത്. ഇപ്പോൾ സഞ്ജു പറയായിരുന്നു, സഞ്ജുവിൻ്റെ ആദ്യത്തെ ഒരു മീറ്റ് ദ പ്രസ് പ്രോഗ്രാമാണ്. ഇങ്ങനെ എല്ലാ പത്രലേഖകരും കൂടി 19-കാരനോട് ചോദ്യം ചോദിക്കുന്നത് അതിന് വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത്. അപ്പോൾ നമുക്കൊക്കെ തോന്നിയിരുന്നു, ഇത് വരാനിരിക്കുന്ന താരം അടുത്ത ഇന്ത്യൻ ടീമിൽ 19 വയസ്സിൽ കയറിയെങ്കിൽ 25 വയസ്സിന് മുമ്പ് ഈ ലോകത്തെ കീഴടക്കുന്ന തരത്തിലേക്ക് വരും. കാരണം സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലും പലയിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ തീപ്പാറുന്ന ഷോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു തിരുവനന്തപുരത്ത് ഉള്ള ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ സഞ്ജുവിനെ പെട്ടെന്ന് ലോകത്തിൻ്റെ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. സഞ്ജു എങ്ങനെയോ തടയപ്പെട്ടു പോയി. ഒന്ന് വരും, കളിക്കും, പിന്നീട് പുറത്താവും. അതിനവർ പറഞ്ഞിരുന്നത് സ്ഥിരമായ ഫോമിൽ ആവുന്നില്ല സഞ്ജു എന്നായിരുന്നു. പക്ഷേ 3 സെഞ്ചുറികൾ ഒന്നിനു പിറകെ ഒന്നൊക്കെ അടിച്ചിട്ടും സഞ്ജുവിന് എന്തോ ചിലത് കുറവുണ്ടായിരുന്നു. വലിയ സ്വാധീനമോ പദവിയോ ഒക്കെ എന്നുള്ള സാധാരണ വിഴിഞ്ഞത്തെ ഒരു സാധാരണ സാംസന്റെ മകനായി, ഒരു പോലീസുകാരൻ്റെ മകനായി വരുന്നു. ഡൽഹിയിൽ അച്ഛൻ പോലീസ് ജോലിയിലായിരുന്നു. മകനെ ക്രിക്കറ്റ് കളിപ്പിച്ച് ഉന്നതങ്ങളിലെത്തിക്കാൻ ജോലി പോലും ഉപേക്ഷിച്ചെത്തിയതാണ് സാംസൺ എന്ന പിതാവ്. സാധാരണക്കാരായ കുട്ടികളുടെ കൂടെ വിഴിഞ്ഞത്തും തിരുവനന്തപുരത്തും മറ്റും തെരുവോരത്ത് കളിക്കുന്ന പോലെ കളിച്ച് ഉയർന്നതാണ്. സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്നവനാണ് സഞ്ജു സാംസൺ. അതുകൊണ്ടാണ് സഞ്ജു സാംസൺ ലോകത്തിൻ്റെ നിറകയിൽ നിൽക്കുമ്പോൾ മലയാളി സാധാരണക്കാരൊക്കെ ആഹ്ലാദിക്കുന്നത്. ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയപ്പോൾ എവിടെയും ആഘോഷമായിരുന്നു. കാരണം ഒരു മലയാളിക്ക് ഇന്ന് വരെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളാണ് സഞ്ജു സാംസനെ തേടിയെത്തിയത്. ഇതിനു മുമ്പ് ശ്രീശാന്ത് ഉണ്ടായിരുന്നു. ശ്രീശാന്ത് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയ ടീമിൽ പാകിസ്ഥാനെ തോൽപ്പിക്കാനുള്ള അവസാന ക്യാച്ച് എടുത്തത് അന്ന് ശ്രീശാന്തായിരുന്നു. അന്ന് ഒരു തമാശ തന്നെ ഇറങ്ങിയിരുന്നു. പാകിസ്ഥാൻകാർ സിക്സറിന് വേണ്ടി ഈ തൂക്കിയപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഒരു മലയാളി ഉണ്ടാവും എന്നുള്ള കാര്യം മറന്നുപോയി എന്ന് കളിയാക്കി പറഞ്ഞിരുന്നു. ചന്ദ്രനിൽ ചെന്നപ്പോൾ മലയാളിയെ കണ്ടു എന്നൊക്കെയുള്ള കഥകൾ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രീശാന്ത് ക്യാച്ച് എടുത്താണ് ഇത് ചെയ്തത്. അന്ന് ശ്രീശാന്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു. നല്ല പേസ് ബോളറായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ വിവാദങ്ങളിൽപ്പെട്ട് ശ്രീശാന്തിൻ്റെ ജീവിതം താഴോട്ട് പോയി. അത് ക്രിക്കറ്റിൽ പിന്നീട് ഉയർന്നു വരാൻ കഴിഞ്ഞില്ല. ശ്രീശാന്ത് പോയതിൻ്റെ ദുഃഖം മലയാളിക്ക് ഉണ്ടായപ്പോഴാണ് പുതിയ താരമായിട്ട് സഞ്ജു വന്നത്. സഞ്ജു സാംസൺ ഏതാണ്ട് 10-11 വർഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വരും പോകും. പക്ഷേ സഞ്ജു സാംസന് വേണ്ട ഒരു സ്വീകരണം അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു പരിഗണന വേണ്ട പോലെ ലഭിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്.
അവഗണനയുടെ കയ്പുനീര് കുടിച്ചപ്പോഴും സഞ്ജു സാംസൺ അതിനെ നേരിട്ടത് അസാമാന്യമായ ക്ഷമയോടെയാണ്. പരാതി പറയാൻ പോയില്ല. അച്ഛനൊക്കെ ചിലപ്പോഴൊക്കെ പ്രതികരിച്ചപ്പോഴും സഞ്ജുവിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വന്നിട്ടില്ല. ഒരിക്കലും ആരോടും പ്രതിഷേധം പറഞ്ഞിട്ടില്ല. കളിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴും തഴയപ്പെടുമ്പോൾ ഓരോ തവണയും വളരെ പോസിറ്റീവായിട്ട് കളിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നു. പിന്നീട് ഒരുപക്ഷെ ഈ ലോകകപ്പിന് തിരഞ്ഞെടുക്കപ്പെടേണ്ട അവസ്ഥ വന്നപ്പോൾ ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ കാഴ്ചവെച്ച പ്രകടനം മോശമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതിരുന്നത്. കഴിഞ്ഞ ലോകകപ്പിന് പോയിട്ട് ബെഞ്ചിലിരിക്കേണ്ടി വന്നു, കളിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും ബെഞ്ചിലിരിക്കേണ്ടി വരും എന്ന് ഇത് ചെയ്താണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അഭിഷേകിന് അസുഖം വന്ന് പകരം ആയിട്ടാണ് അദ്ദേഹം കയറുന്നത്. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ന്യൂസിലൻഡിൻ്റെ പരമ്പരയിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം ഔട്ടാണ് യഥാർത്ഥത്തിൽ മറ്റ് താരങ്ങൾ കയറാനായിട്ടുള്ള ഇതുണ്ടാക്കിയത്. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ, സെമിയിൽ, ഫൈനലിൽ ഈ 3 ഇന്നിങ്സുകളിൽ വലിയ രീതിയിൽ 3 അർദ്ധ സെഞ്ചുറികൾ, അത് സെഞ്ചുറിയുടെ അടുത്തെത്തി നിൽക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിൽ 97 മിന്നുന്ന റൺസാണ് സാംസൺ അടിച്ച് തീർത്തത്. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് നോട്ട് ഔട്ടായിട്ട് നിന്നു. അതിൽ കണ്ടത് എന്തിനേയും കീഴടക്കാൻ കഴിയുന്ന ഒരു ക്ഷമയും ശാന്തതയും എന്നാൽ പോരാട്ട വീര്യവും ഉള്ള ഒരാളായിട്ടാണ്. ഈ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ പറയുന്നത് പോലെ ഈ മീൻപിടുത്തക്കാരായ മത്സ്യത്തൊഴിലാളികളായിട്ട് സാന്റിയാഗോമാർ, അതിൽ കിഴവനായ സാന്റിയാഗോ തിമിംഗല വേട്ട നടത്തി വരുമ്പോൾ അദ്ദേഹത്തെ തിമിംഗലം വിഴുങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. കട്ടാമരം ഈ കടൽക്ഷോഭത്തിൽ പോകാൻ പോകുന്നു, കടൽ അലറി വിളിക്കുന്നു. അപ്പോൾ പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് 15 ദിവസമായി. അപ്പോൾ കിഴവൻ സാന്റിയാഗോ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷേ കീഴ്പ്പെടുത്താനാവില്ല. യു ക്യാൻ കിൽ മീ ബട്ട് കനോട്ട് ഡിഫീറ്റ് മീ. ഒരു പക്ഷേ ആ ഒരു മത്സ്യമേഖലയിൽ വരുന്നവൻ്റെ മനസ്സിലെ തീവ്രമായിട്ടുള്ള കടലിൻ്റെ സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ അവർ പറയുന്ന ഒരു ഇതാണ്, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, കടലമ്മ എനിക്ക് എന്നെ കൊല്ലാം പക്ഷേ എന്നെ കീഴ്പ്പെടുത്താനാവില്ല. ആ ഒരു ധൈര്യം, ആ മനസ്സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ സഞ്ജു സാംസനെ പോലെ ഒരു പോരാളിയെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു ക്ഷമയോടെ, സഹനത്തോടെ. എല്ലാവരും കളിയാക്കിയപ്പോഴും പരിഹസിച്ചപ്പോഴും ഒരുപക്ഷെ പത്രസമ്മേളനത്തിൽ ക്യാപ്റ്റനോട് ചോദിച്ചു, സഞ്ജു സാംസൺ അവസരം കൊടുക്കുന്നില്ലേ, ഞാൻ എവിടെ കൊടുക്കും? അഭിഷേകിന് പകരം കൊടുക്കണോ? ഇന്നാൾക്ക് തിലക് വർമ്മയ്ക്ക് പകരം കൊടുക്കണോ? ഇന്നാൾക്ക് പകരം? ഒരു തരം പരിഹാസ ചുവയോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസ് നേടി വന്നപ്പോൾ അവിടെ അതുപോലെ ഇയാൾക്ക് ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ് എടുത്ത് തിളങ്ങിയപ്പോൾ സ്വന്തം തൊപ്പി ഊരി നമസ്കരിച്ചുകൊണ്ടാണ് ഇതേ സഞ്ജു സാംസനെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്വീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായി ഒരാൾ എല്ലാത്തിനെയും കീഴടക്കി വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നു. സാധാരണ ക്രിക്കറ്റിൽ ഒരു തവണ സെഞ്ചുറി കളിക്കുക അല്ലെങ്കിൽ നല്ല കളി കളിച്ചാൽ അടുത്ത തവണ താഴോട്ട് പോകാം. പക്ഷെ സ്ഥിരമായി 3 കളികളിൽ, അത് നിർണായകമായ ലോകകപ്പിലേക്കുള്ള നിർണായക കളികളിൽ, ക്വാർട്ടർ ഫൈനലിൽ, സെമിയിൽ, ഫൈനലിൽ ഒരുപോലെ പ്രകടനം കാഴ്ചവെക്കുക. ഒരു തവണ 97, 289. ഈ സഞ്ജുവിൻ്റെ ചിറകിൽ കയറിയാണ് ഇന്ത്യ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടത്. ഒരുപക്ഷെ ഇത് സഞ്ജു 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 എന്നുള്ള വിളികൾ അത് കേരളത്തിൽ മാത്രമല്ല, മുംബൈയിലെ വാങ്ഡേ സ്റ്റേഡിയത്തിൽ, കൽക്കട്ടയിലെ ഈഡൻ ഗാർഡനിൽ, അതുപോലെ തന്നെ അഹമ്മദാബാദ് ഗ്രൗണ്ടിലൊക്കെ വലിയ രീതിയിലുള്ള സഞ്ജുവിന് വേണ്ടിയുള്ള ഒരു വലിയ മുദ്രാവാക്യങ്ങളും ജൈവിളികളുമാണ് നടന്നത്. ഒരു മലയാളി ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ബഹുമാനിക്കപ്പെടുന്നതും കോടിക്കണക്കിന് ജനങ്ങൾ, ഇന്ത്യയുടെ പ്രതീക്ഷ 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷ ചിറകിലേറ്റി വിജയത്തിലേക്ക് പറന്നെടുക്കുന്നതും നമ്മൾ സന്തോഷത്തോടെയാണ് കണ്ടത്. ഒരുപക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം, ഒരുപക്ഷെ മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവരെ, കുട്ടികളെയൊക്കെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രകടനം. ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രം എഴുതപ്പെടുമ്പോൾ അതിൽ സഞ്ജു സാംസൺ എന്ന പോരാളിയായിട്ടുള്ള ക്രിക്കറ്റർക്ക് ഒരു സ്ഥാനമുണ്ടാവും. സഞ്ജു കടന്നു വന്ന വഴികൾ വളരെ വിചിത്രങ്ങളാണ്. കാരണം സഞ്ജുവിനറിയാം എനിക്ക് കഴിവുണ്ട്. ഒരുപക്ഷെ ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ മോശം പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അത് തോൽവി അടഞ്ഞപ്പോൾ
യഥാർത്ഥത്തിൽ തകർന്നു പോയെന്ന് സഞ്ജു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് വരി? നമ്മളൊന്ന് വീണു പോയേക്കാം, പക്ഷെ വീണെടുത്തുനിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കാത്തതാണ് യഥാർത്ഥ പരാജയം എന്ന് പറയാറുണ്ട്. വീണെടുത്തുനിന്ന് എഴുന്നേൽക്കാനാണ് സഞ്ജു ശ്രമിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു, സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം മഹാരഥന്മാരായ ക്രിക്കറ്റുകാരുടെ ഉപദേശം തേടി ആ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി, കളിയെ പാകപ്പെടുത്തി, അതിൻ്റെ കൂടി വിജയമാണ് ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടം. T20 ലോകകപ്പിൽ ആദ്യത്തെ T20 നേടിയത് ഇന്ത്യയാണ്. അന്ന് MS ധോണിയായിരുന്നു ക്യാപ്റ്റൻ. പിന്നീട് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ് രണ്ടാമത് നേടിയത്. ഇത് മൂന്നാമത്. ആദ്യമായിട്ടാണ് ഒരു രാജ്യം T20 ലോകകപ്പിൽ 3 തവണ കിരീടം ചൂടുന്നത്. മറ്റൊരു രാജ്യത്തിനും അത് സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഈ നേട്ടത്തിന് പിന്നിൽ സഞ്ജു സാംസൺ എന്ന എന്താ പറയുക ഒരു പോരാളി, മലയാളിയുടെ ഒരു അഭിമാന താരമായി ഉയർന്നു നിൽക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ഒരുപക്ഷെ സഞ്ജു സാംസൺ എന്ന ഈ ഇന്ത്യയുടെ ക്രിക്കറ്ററെ വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് സാംസൺ ചെയ്ത ത്യാഗങ്ങൾ സ്മരിക്കപ്പെടേണ്ടതാണ്. ഓരോ താരത്തിൻ്റെയും വിജയത്തിന് പിന്നിൽ അവരുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇങ്ങനെ പലരും ഉണ്ടാവും. അതൊക്കെ തുറന്നു പറയാൻ സഞ്ജു സാംസന് യാതൊരു മടിയുമില്ല. സഞ്ജു വിവാഹം കഴിച്ചത് ചാരുലതയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത്, മാതൃഭൂമിയുടെ ചീഫായിരുന്ന രമേശിൻ്റെ മകളാണ് ചാരുലത. 23-ാം വയസ്സിലാണ് അവർ വിവാഹിതരായത്. ഒരുപക്ഷെ ചാരുലതയുടെ വലിയൊരു പിന്തുണ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പിന്തുണയായിട്ടുണ്ട്. കാരണം പോകുന്നിടത്തൊക്കെ സഞ്ജുവിൻ്റെ കൂടെ ചാരുലതയും യാത്ര ചെയ്യുന്നു. വലിയ രീതിയിലുള്ള ധാർമ്മികമായിട്ടും വലിയ ഒരു സപ്പോർട്ട് ചാരുലത നൽകുന്നു. അതുകൊണ്ട് തന്നെ കിരീടം ചൂടിയപ്പോൾ ആ കപ്പും കൊണ്ട്, മാൻ ഓഫ് ദി സീരീസ് അവാർഡും കൊണ്ട് ചാരുലത അഭിമാനത്തോടെ നടക്കുന്നത് കാണാം. ഞാൻ രമേശ് അദ്ദേഹത്തിൻ്റെ സഞ്ജുവിൻ്റെ ഭാര്യാപിതാവാണ്. സാധാരണ രമേശ് വളരെ ആയിട്ട് സംസാരിക്കാറുള്ളൂ. ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ഭ്രാന്തുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ആളാണ് രമേശുമായിട്ട് ഞാൻ പലപ്പോഴും ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞാനും പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ക്രിക്കറ്റ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പക്ഷേ ഇതേക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും സംസാരിക്കാൻ വിളിച്ചിട്ട് രമേശ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. രമേശ് എപ്പോഴും പറയും തൻ്റെ മരുമകനെക്കുറിച്ച്, രാവിലെ ആയിക്കഴിഞ്ഞാൽ ഏത് സമയമാണെങ്കിലും എല്ലാവരും എണീക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് ജിമ്മിൽ പോകും, ടെന്നീസ് കളിക്കും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിധത്താണ്. ഭക്ഷണം എന്ത് കൊടുത്താലും അല്പം ഒന്ന് രുചിച്ചു നോക്കുമെന്നല്ലാതെ ഭക്ഷണത്തിൽ ആവശ്യത്തിലേറെ പ്രിയല്ല. എല്ലാ ഇതിൽ നിന്ന് മാറിയിരുന്ന് ഒറ്റ ഫോക്കസാണ്. ക്രിക്കറ്റാണ് മനസ്സിൽ മുഴുവൻ, ശരീരത്തിൽ മുഴുവൻ ക്രിക്കറ്റ് എന്നുള്ള ഒറ്റ വികാരം കൊണ്ടു നടന്നുകൊണ്ടാണ് ഒരുപക്ഷെ 140 കോടി ജനങ്ങളുടെ വികാരമായി മാറാൻ സഞ്ജുവിന് കഴിഞ്ഞത്. സഞ്ജുവിനെക്കുറിച്ച് സഞ്ജുവിന് ഒരുപാട് പടവുകൾ താണ്ടാനുണ്ട്. ഒരുപക്ഷെ സൂര്യകുമാർ യാദവ് അല്പം പരിഹാസത്തോടെ പറയും, പിന്നീട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സൂര്യകുമാർ യാദവ് മാറി ഒരുപക്ഷെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് സഞ്ജു സാംസൺ വരുന്ന നാളുകൾ അടുത്തുണ്ടായേക്കാം. ഇന്ത്യയുടെ ക്യാപ്റ്റനായി എത്രയൊക്കെ വിജയങ്ങൾ നേടാൻ സഞ്ജുവിന് കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ IPL ക്രിക്കറ്റ് സഞ്ജുവിനെ വല്ലാതെ വളർത്തിയിട്ടുണ്ട്. കാരണം മറ്റ് അവസരങ്ങളൊക്കെ നിശ്ചയിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ടീമിനെ ഒരുമിച്ച് കൊണ്ടുവന്നതിൽ വലിയ വൈഭവമാണ് സഞ്ജു സാംസൺ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാവണം ഒരുപക്ഷെ ക്യാപ്റ്റൻ്റെ എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന തരത്തിലുള്ള ഈ രീതിയിലേക്ക് സഞ്ജുവിന് പോകാൻ കഴിഞ്ഞത്. ഞാൻ ഓർക്കുന്നു, ഇംഗ്ലണ്ടിനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയൊക്കെ വലിയ പ്രകടനം നടത്തി മാൻ ഓഫ് ദി മാച്ച് നേടിയപ്പോൾ, ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, നേടിയപ്പോൾ അവിടെ കമൻറ്റേറ്റർ ചോദിച്ചു, നിങ്ങൾ ഈ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞത്, ഈ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ബുംറയ്ക്ക്, ഞങ്ങളുടെ ഇന്ത്യയുടെ ഏറ്റവും നല്ല ബൗളറായ ലോക പ്രശസ്തനായ ബുംറയ്ക്ക് നൽകാനാണ് എനിക്ക് താല്പര്യം. അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു. ഇത് എനിക്കല്ല ലഭിക്കേണ്ടത്, ബുംറയ്ക്കായിരുന്നു. ബുംറ അങ്ങനെ എറിഞ്ഞില്ലായിരുന്നെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് വാങ്ങിക്കാൻ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഇത്രയും സഹ കളിക്കാരെ, ടീമിനെ ഒരുപോലെ കാണുന്ന, അല്ലെങ്കിൽ അവരെ പുകഴ്ത്താൻ യാതൊരു മടിയുമില്ലാത്ത, വളരെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. അത് പറഞ്ഞേ പറ്റൂ. എന്ന് മാത്രമല്ല, കളിക്കാരുടെ ഇടയിൽ ഒരു ആത്മവീര്യം ഉണർത്തുന്നതിൽ സഞ്ജുവിന് നല്ല പങ്കുണ്ട്. ഇതുപോലെ കളിക്കളത്തിൽ എന്തുകൊണ്ട് സെഞ്ചുറിക്ക് വേണ്ടി ശ്രമിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ സഞ്ജു പറഞ്ഞ മറുപടിയുണ്ട്, ഐ എം പ്ലേയിങ് ഫോർ ദ ടീം. സ്വന്തമായി ഒരു സെഞ്ചുറി അടിച്ച് പേരുണ്ടാക്കുന്നതിലല്ല, ഓരോ പന്തിൽ നിന്ന് എത്ര റൺസ്, കാരണം 20 ഓവറാണ്,
ഇതിൽ ഒരു റണ്ണെങ്കിൽ ഒരു റണ്ണ് കൂട്ടാൻ അങ്ങനെയുള്ള ശ്രമത്തിനിടയിലാണ് 2 തവണ സെമിയിലും അതുപോലെ തന്നെ ഫൈനലിലും 89 റൺസിന് മടങ്ങേണ്ടി വന്നത്. ഒരുപക്ഷെ അല്പം കരുതലോടെ റൺസ് ഒന്ന് തട്ടിമുട്ടി നിന്ന് അടിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷേ 6 റൺസ് സിക്സർ അടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തിന് സെഞ്ചുറി കിട്ടാതെ പോയത്. പക്ഷേ സെഞ്ചുറി കിട്ടുക എന്നതല്ല, അത് വ്യക്തിപരമായ നേട്ടമാണ്. ടീം ഇന്ത്യയുടെ വികാരം, ഇന്ത്യ എന്ന വികാരം. ഐ എം പ്ലേയിങ് ഫോർ ദ കൺട്രി. ഞാൻ ഇന്ത്യക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. 140 കോടി ജനങ്ങളുടെ അഭിമാനവും വീര്യവുമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് തോന്നുമ്പോൾ ഒരാൾ കളിക്കുന്ന കളിക്ക് അത് ഇന്ത്യ എന്ന വികാരം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ത്യയുടെ അഭിമാന പുത്രനായി സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. കേരളത്തിന് കിട്ടുന്ന ഒരു ആദരവ് കൂടിയാണ്. കേരളത്തിൻ്റെ മകൻ, സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരനായ ഒരാൾ ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ, ലോക ക്രിക്കറ്റിൻ്റെ നെറുകയിൽ എത്തിയെന്നുള്ളത് എല്ലാവരെയും അമ്പരപ്പിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വരും തലമുറകൾക്ക് വലിയ പ്രചോദനമായി സഞ്ജു സാംസൺ ഉണ്ടാവും. സഞ്ജു സാംസനെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ ചെറിയ സ്കൂട്ടറിൻ്റെ പിറകിൽ കയറി യാതൊരു ഭാവമോ അഹങ്കാരവും ഇല്ലാതെ വന്നിറങ്ങി മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത് ചേട്ടാ പോട്ടെ എന്ന് പറഞ്ഞു പോയ ആ 19 വയസ്സുകാരൻ ഇന്ന് 31 വയസ്സിൽ നേടിയ നേട്ടങ്ങൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ നിറകിലെത്തുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ മറ്റുള്ളവരോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.